+1 കെമിസ്ട്രി ചാപ്റ്റർ നമ്പർ 1 ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ ഏറ്റവും അവസാനത്തിൽ NCERT-യിൽ പ്രതിപാദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോർഷനാണ് ലിമിറ്റിംഗ് റിയേജന്റ്. എല്ലാ വർഷവും പബ്ലിക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പോർഷനും കൂടിയാണ്. എൻട്രൻസ് എക്സാം ആയാലും ലിമിറ്റിംഗ് റിയേജന്റ് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് ലിമിറ്റിംഗ് റിയേജന്റ് എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ലിമിറ്റിംഗ് റിയേജന്റ് എന്നൊരു പോർഷന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിദ്യാർത്ഥിയുടെ സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസിലുള്ള എബിലിറ്റി, മോൾ കൺസെപ്റ്റിലുള്ള വിവരം, അതുപോലെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലുള്ള പവർ, ഇതെല്ലാം ചെക്ക് ചെയ്യാൻ എക്സാമിനർക്ക് ലിമിറ്റിംഗ് റിയേജന്റ് എന്നതിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. അപ്പൊ എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ്, അതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, അങ്ങനെ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കെമിസ്ട്രി പഠിച്ച് തുടങ്ങിയ കാലം മുതൽ കണ്ടു തുടങ്ങിയ എക്സാമ്പിൾ ആണ്. N2+3H2 gives 2NH3. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഹേബർ പ്രോസസ്. നമുക്കറിയാം, പ്രൊഡക്ഷൻ ഓഫ് അമോണിയ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് ഹേബർ പ്രോസസ്. നൈട്രജനും 3 ഹൈഡ്രജനും കൂടി 2 അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷൻ. ഞാൻ എഴുതിയിട്ടുണ്ട്, നൈട്രജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജനും നോർമൽ കണ്ടീഷനിൽ ഗ്യാസ് ആണ്, അമോണിയയും നോർമൽ കണ്ടീഷനിൽ ഗ്യാസ് ആണ്. ഇതില് ചില അളവുകൾ നിങ്ങൾക്ക് തരും. നൈട്രജന്റെ അളവ് എത്ര, ഹൈഡ്രജന്റെ അളവ് എത്ര എന്നൊക്കെ തന്നിട്ട് അതിൽ ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ അതിലേക്കൊക്കെ കടക്കും മുമ്പ് എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്നൊന്ന് പറഞ്ഞിട്ട് പോകാം. ഹു ഈസ് ലിമിറ്റിംഗ് റിയേജന്റ്? ലിമിറ്റിംഗ് റിയേജന്റ് ഈസ് റിയാക്ടന്റ്. ഇപ്പൊ 2 റിയാക്ടന്റ് ഉള്ളതിൽ ഏതോ ഒരാളാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഏത് റിയാക്ടന്റ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ്? റിയാക്ടന്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ച് തീർന്നു പോകുന്ന ആളാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ അവിടെ നൈട്രജനും തന്നു, ഹൈഡ്രജനും തന്നിട്ട് നിങ്ങൾക്ക് അവരുടെ അളവും തന്ന് ആരാണോ നന്നായിട്ട് ഫുള്ളായിട്ട് തീർന്നു പോകുന്നത് എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അയാളാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരുപാട് അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ തരാം. നമുക്ക് ഏത് അളവ് തന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട, ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പരിപാടി ഞാനിവിടെ എഴുതാണ്. N2+3H2 gives 2NH3 എന്ന റിയാക്ഷനിലാണ് ലിമിറ്റിംഗ് റിയേജന്റ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ എത്രയാണ് നൈട്രജന്റെ ഹൈഡ്രജന്റെ ഒക്കെ അളവ് എന്നൊക്കെ നോക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ റിയാക്ഷൻ എഴുതിയിട്ട് ഇവിടെ എഴുതി വെക്കേണ്ട ഒരു സംഭവമുണ്ട്. സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ്. സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ്. സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ്. വാട്ട് ഈസ് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ്? ഈ റിയാക്ഷനിൽ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റുകൾ ഇവിടെ എഴുതണം. നൈട്രജന്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഈസ് 1. എന്താണ് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ്? ഈ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള നൈട്രജന്റെ നമ്പർ ഓഫ് മോൾസ്. അതായത് N2 എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഇവിടെ ഞാൻ എഴുതിയ സംഖ്യ, എല്ലാ വീഡിയോയിലും നമ്മൾ ഇതേ വിഷയം വീണ്ടും പറയാറുള്ളതാണ്. നമ്മൾ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1 എന്നാണ്. ഇവിടെ 3 എന്ന് കാണുന്നുണ്ട്, ദാറ്റ് ഈസ് ദ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് ഹൈഡ്രജൻ. ഇവിടെ 2 എന്ന് കാണുന്നുണ്ട്, ദാറ്റ് ഈസ് ദ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് അമോണിയ. സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റിനെ എടുത്തെഴുതലാണ്. ലിമിറ്റിംഗ് റിയേജന്റുമായി ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആദ്യത്തെ പണി അതാണ്. രണ്ടാമത്തെ പണി, ഇതിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് വെയിറ്റിലേക്ക് മാറ്റണം. വെയിറ്റിലേക്ക് മാറ്റണം. അപ്പൊ അതിന് ഞാൻ ചോദിക്കുകയാണ് മക്കളെ, ഇവിടെ നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെയും നൈട്രജനും ഹൈഡ്രജനും തന്നെയാണ്. നൈട്രജൻ എന്ന് പറയുന്ന ആളുടെ അറ്റോമിക് മാസ് എത്രയാണ്? നൈട്രജൻ എന്ന് പറയുന്ന ആളുടെ അറ്റോമിക് മാസ് 14 ആണ്. നമുക്കറിയാം നൈട്രജന്റെ അറ്റോമിക് മാസ് 14. ഹൈഡ്രജൻ എന്ന് പറയുന്ന ആളുടെ അറ്റോമിക് മാസ് ഈസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഗ്രാം. അറ്റോമിക് മാസ് 1 ആണ്. നൈട്രജന്റെ 14 ഗ്രാം. അപ്പൊ ഇതാ 2 നൈട്രജൻ ആണ് ഇവിടെ ഉള്ളത്. 2 നൈട്രജൻ. അപ്പൊ 2 × 14 എത്ര വരും? 28 ഗ്രാം. 28 ഗ്രാം. 3 H2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രയായി? 3 × 2 6 ഹൈഡ്രജനായി. ഒരു ഹൈഡ്രജന് 1, അങ്ങനത്തെ 6 ഹൈഡ്രജൻ ആകുമ്പോൾ 6 ഗ്രാം. 2 NH3. 2നെ തൽക്കാലം നമുക്ക് അവസാനം മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു N-ഉം 3 ഹൈഡ്രജനും ആണല്ലോ. ഒരു N-ന് 14 ആണെന്നും 3 ഹൈഡ്രജന് 3 ആണെന്നും നമുക്കറിയാം. അപ്പൊ 14 + 3 17. 17 × 2 34 ഗ്രാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. 28ഉം 6ഉം കൂട്ടിയാൽ 34 ആയിരിക്കും. ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം. എന്നാലും നൈട്രജന്റെയും ഹൈഡ്രജന്റെയും അറ്റോമിക് മാസിന്റെ കാൽക്കുലേഷൻസും മനസ്സിൽ നിന്ന് ലിങ്ക് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. കഴിഞ്ഞു. ഇൻ ടേംസ് ഓഫ് വെയിറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, ലിമിറ്റിംഗ് റിയേജന്റുമായി ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആദ്യം എഴുതി വെക്കേണ്ട സാധനമാണ്. ഇനി ഞാൻ എന്റെ മനസ്സിലുള്ള വെറുതെ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് തരാം.
വെറുതെ ഒരു ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കും. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. അതായത് നിങ്ങൾക്ക് 14 ഗ്രാം നൈട്രജൻ തന്നു, 10 ഗ്രാം ഹൈഡ്രജനും തന്നു. എന്താ തന്നെ? 14 ഗ്രാം ഹൈഡ്രജനും തന്നു. ഇത് ക്വസ്റ്റ്യനിലുള്ള വാല്യൂ ആണ്. 14 ഗ്രാം ഹൈഡ്രജനും നൈട്രജനും 10 ഗ്രാം ഹൈഡ്രജനും. എന്നിട്ട് 3 ക്വസ്റ്റ്യൻ ആണ് അവിടെ ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ് അല്ലാത്തത്? അയാൾ എത്ര അളവിൽ ബാക്കിയാകും? ലിമിറ്റിംഗ് റിയേജന്റ് മുഴുവനായിട്ട് യൂസ് ചെയ്തു പോകുന്ന ആളാണല്ലോ. അപ്പൊ രണ്ടാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് റിയേജന്റ് അല്ലാത്ത ആള് ബാക്കിയാവുന്ന ആളായിരിക്കുമല്ലോ. അയാൾ എത്ര അളവ് ബാക്കിയാകും? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എത്ര എമൗണ്ടിൽ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും? ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉണ്ടാവുക. A, B, C. 3 ഞാൻ ആൻസർ ചെയ്ത് കാണിച്ചുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ A. ഇതാ മക്കളെ ഇവിടെ നോക്കിക്കോളൂ. 14 ഗ്രാം നൈട്രജൻ ആണ് നിങ്ങൾക്ക് തന്നത്, 10 ഗ്രാം ഹൈഡ്രജനുമാണ് നിങ്ങൾക്ക് തന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ 28ഉം 14ഉം തമ്മിൽ എന്തോ ഒരു ബന്ധമില്ലേ? 28ന്റെ നേരെ ഹാഫ് അല്ലേ 14? അപ്പൊ 28ന്റെ ഹാഫ് 14 വന്നാൽ അതിന്റെ ഒരു റേഷ്യോ നമുക്കറിയാം. 28 ഗ്രാമിന്റെ കൂടെ നോർമലായിട്ട് വേണ്ടത് 6 ഗ്രാമാണ്. 28 ഗ്രാമിന്റെ കൂടെ നോർമലായിട്ട് വേണ്ടത് 6 ഗ്രാമാണ്. അപ്പൊ 28ന്റെ ഹാഫായി 14 ആണെങ്കിൽ നോർമലായിട്ട് അതിന്റെ കൂടെ എത്ര മതിയാകും? 6ന്റെയും ഹാഫ് 3 മതിയാകും. 28ന് 6 വേണം. അപ്പൊ 14ന് എത്ര വേണം? 28ന് 6 വേണമെങ്കിൽ 14ന് അതിന്റെ ഹാഫ് വേണ്ടി വരും, 3 വേണ്ടി വരും. അപ്പൊ ഈ 10 ഗ്രാം തന്നിട്ടുണ്ടെങ്കിലും 10 ഗ്രാം കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് പോകൂല. അതിൽ വെറും 3 ഗ്രാം മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി 7 ഗ്രാമും റിമൈൻ ചെയ്യുകയാണ്, ബാക്കിയാവും. അപ്പൊ ആരാണ് ഇവിടെ ബാക്കിയായത്? റിമൈൻ ചെയ്യുന്നത് ഹൈഡ്രജനാണ്. ആരാണ് ബാക്കി ആവാത്തത്? 14 ഗ്രാം നൈട്രജനും റിയാക്ട് ചെയ്തു പോവുകയാണ്. അപ്പൊ ആരാണോ ബാക്കി ആവാത്തത്, that reactant is limiting reagent. Limiting reagent is a reactant which is completely used up in a chemical reaction. അപ്പൊ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തു പോയ നൈട്രജൻ ആണ്. അതുകൊണ്ട് 14 ഗ്രാം നൈട്രജനെ യൂസ് ചെയ്തു പോയത് കൊണ്ട് ലിമിറ്റിംഗ് റിയേജന്റ് ഇസ് നൈട്രജൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആരാണ് ബാക്കിയാവുന്നത്? അയാളുടെ ബാക്കിയാവുന്ന അളവ് എത്ര എന്നുള്ളതായിരുന്നു. ആരാണ് ബാക്കിയാവുക? 10 ഗ്രാമിൽ 3 ഗ്രാം മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ, 7 ഗ്രാം ബാക്കിയാവുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 7 ഗ്രാം ഹൈഡ്രജൻ റിമൈൻസ്. 7 ഗ്രാം ഹൈഡ്രജൻ റിമൈൻസ്. തേർഡ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ്. ഉണ്ടാകുന്ന അമോണിയയുടെ അളവ് എത്ര? ഉണ്ടാകുന്ന അളവ്. അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ചില വിദ്യാർത്ഥികളെങ്കിലും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. 14 ഗ്രാം നൈട്രജനും 10 ഗ്രാം ഹൈഡ്രജനും. അപ്പൊ പിന്നെ അമോണിയ 14ഉം 10ഉം കൂട്ടിയത് 24. തെറ്റാണ്, അങ്ങനെയല്ല. 10 ഗ്രാം ഹൈഡ്രജൻ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിലും അതിനൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് അതിൽ 3 ഗ്രാം മാത്രമേ റിയാക്ട് ചെയ്തിട്ടുള്ളൂ, 7 ഗ്രാം ബാക്കിയാവുകയാണ് ചെയ്തത്. അപ്പൊ 14 ഗ്രാം നൈട്രജന്റെ കൂടെ 10 ഗ്രാം റിയാക്ട് ചെയ്തിട്ടില്ല. എത്ര മാത്രമേ റിയാക്ട് ചെയ്തിട്ടുള്ളൂ? 3 മാത്രമേ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. റിയാക്ട് ചെയ്ത ആളുകളുടെ സമ്മായിരിക്കും പ്രൊഡക്റ്റ്. അപ്പൊ 14 പ്ലസ് 3 17 ഗ്രാം 17 ഗ്രാം അരി അമോണിയ ഈസ് പ്രൊഡ്യൂസ്ഡ്. 17 ഗ്രാം അമോണിയ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? ബാക്കിയാവുന്ന ആളുടെ അളവ് എത്രയാണ്? ഉണ്ടാകുന്ന അമോണിയയുടെ അളവ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ലിമിറ്റിംഗ് റിയേജന്റുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 28ഉം 14ഉം ആവുമ്പോ ചില വിദ്യാർത്ഥികളെങ്കിലും വിചാരിക്കും അതിപ്പോ എളുപ്പമല്ലേ, 28ന്റെ നേരെ ഹാഫ് ആണല്ലോ 14. അപ്പൊ ഇവിടെ ഹാഫ് ആക്കിയാൽ മതിയല്ലോ, അതിന്റെ ഒരു റേഷ്യോ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് വളരെ സിമ്പിൾ ആയിരിക്കും. പക്ഷെ ചില ക്വസ്റ്റ്യൻസിലൊന്നും നേരിട്ട് കറക്റ്റ് റേഷ്യോ അല്ലാത്തത് വന്നാൽ എന്ത് ചെയ്യും? അതിനാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. 28:6 എന്നുള്ളത് നമ്മുടെ സ്റ്റോയിഷ്യോമെട്രിക് റേഷ്യോ ആണ്. 28 ഗ്രാം നൈട്രജന് 6 ഗ്രാം ഹൈഡ്രജൻ വേണം. അത് നമ്മുടെ വിവരമാണ്. ഇത് ഈ വരക്ക് മുകളിലുള്ളതൊന്നും ക്വസ്റ്റ്യൻ അല്ല, ഇത് നമ്മുടെ വിവരമാണ്. വരക്ക് താഴെയുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ തരുന്നു 20 ഗ്രാം നൈട്രജനും 8 ഗ്രാം ഹൈഡ്രജനും തന്നു. എന്ത് ചെയ്യും? 20 ഗ്രാം നൈട്രജനും 8 ഗ്രാം ഹൈഡ്രജനും തന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, 28 ഗ്രാമിനാണ് 6 വേണ്ടത്. ഇപ്പൊ 28നെക്കാളും ഇവിടെ കുറവാണ്. അപ്പൊ 6നെക്കാളും കുറവല്ലേ ഇവിടെ എന്തായാലും വേണ്ടി വരുള്ളൂ. പക്ഷെ ആ സ്ഥലത്ത് ഇവിടെ 8 ഗ്രാം തന്നിട്ടുണ്ട്. അപ്പൊ ഇയാളാണ് എന്തായാലും കൂടുതൽ. ഇയാളിൽ എത്രയോ അളവ് മാത്രമേ, എക്സ് അളവ് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. ബാക്കി 8 മൈനസ് എക്സ്, ഓൾറെഡി ഉള്ള 8ൽ നിന്ന് റിയാക്ട് ചെയ്ത എക്സ് കുറച്ച് അത്രയും ഗ്രാം റിമൈൻ ചെയ്യും. എത്രയാണ് എക്സ് എന്നുള്ളത് എനിക്ക് കറക്റ്റ് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ആൻസർ കാണാവുന്നേ ഉള്ളൂ. ഒരു ചെറിയ കാൽക്കുലേഷൻ ഞാൻ പറയും പോലെ ചെയ്താൽ മതി. 28 ഡിവൈഡഡ് ബൈ 20, 28 ഡിവൈഡഡ് ബൈ 20. ഇവിടെ ഉള്ള 2 വാല്യൂ ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഉള്ള 2 വാല്യൂ ഡിവൈഡ് ചെയ്യുക. ഇവിടെ ആരാ? 6 ഡിവൈഡഡ് ബൈ
8 അല്ല, 8ൽ നിന്നും നമുക്ക് എത്രയോ അറിയാത്തൊരു വാല്യൂ ഉണ്ട് എക്സ്, അത് റിയാക്ട് ചെയ്തു പോകും. അപ്പൊ 6/x. ഇവിടെ നിന്ന് എക്സിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എക്സ് ഇസ് ഈക്വൽ ടു, എക്സിനെ ഈക്വൽ ടുവിന്റെ ഇപ്പുറം കൊണ്ടുവന്നാൽ മുകളിലോട്ട് പോയി, ഇവിടത്തുള്ള ആളുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ 6 ഇൻറ്റു താഴെ കിടക്കുന്ന 20 മുകളിൽ കയറി 20 ഡിവൈഡഡ് ബൈ മുകളിലുള്ള 28 താഴോട്ട് ഇറങ്ങി 6 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 28. 6 into 20, 120 divided by 28 is equal to 4.28 something. 4.28 ഗ്രാം ആണ് ഈ 8 ഗ്രാമിൽ റിയാക്ട് ചെയ്തു പോകുന്നുള്ളൂ. അപ്പൊ എക്സിന്റെ വാല്യൂ എനിക്ക് ഇവിടുന്ന് കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു 4.28. Then what will be 8 minus x? 8 minus 4.28 ചെയ്താൽ മതി. അതിനൊരു വാല്യൂ ഉണ്ടാവും. കഴിഞ്ഞു, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഇവിടെ നമ്മുടെ ABC ക്വസ്റ്റ്യൻ കിട്ടുകയാണ്. എ ഹു ഈസ് ലിമിറ്റിംഗ് ഏജന്റ്? ആരാണോ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് പോയത്? നൈട്രജൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് പോയത്. ഇയാൾ റിമൈൻ ചെയ്യുന്നുണ്ട്. Therefore ലിമിറ്റിംഗ് റിയേജന്റ് is equal to നൈട്രജൻ. ബി എത്ര അളവ് ഹൈഡ്രജൻ ബാക്കിയാകും? എത്ര അളവ് ഹൈഡ്രജൻ ബാക്കിയാകും? ഇത്ര അളവ്. 8 minus 4.28 gram hydrogen remains. And the last one, C. എത്ര അളവ് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും? അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് റിയാക്ട് ചെയ്ത് നോക്കിയാൽ മതി. 20 ഗ്രാം മുഴുവനായിട്ട് റിയാക്ട് ചെയ്യും. കാര്യം അയാൾ ലിമിറ്റിംഗ് റിയേജന്റ് ആണല്ലോ, കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് പോകുന്നത് കൊണ്ടാണല്ലോ അയാൾ ലിമിറ്റിംഗ് റിയേജന്റ് ആയത്. അപ്പൊ 20 റിയാക്ട് ചെയ്യും. ഇവിടെ നിന്ന് എക്സ് ആണ് റിയാക്ട് ചെയ്തത്. എക്സിന്റെ വാല്യൂ 4.28. 20 plus 4.28, 24.28 ഗ്രാം അമോണിയ വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ലിമിറ്റിംഗ് റിയേജന്റുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഏത് വാല്യൂ ആണെന്നെങ്കിലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലൂടെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് പേഴ്സണലായിട്ട് അറിയിക്കുക. പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള മുഴുവൻ ഡീറ്റെയിൽസും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.